തൃശൂർ നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് ചൂരക്കാട്ടുകര ഗ്രാമം. ഗ്രാമവാസികൾക്ക് ആശ്രയവും വരദായകവുമായി ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവുമാണ് ഈ ക്ഷേത്രം. ധർമ്മസംസ്ഥാപനത്തിനായി കയ്യിൽ വില്ലും ശരവുമേന്തി ശത്രുസംഹാരമൂർത്തിയായി നിലകൊള്ളുകയാണ് ചൂരക്കാട്ടുകര ശ്രീധർമ്മശാസ്താവ്. ചൂരക്കാട്ടുകര അയ്യപ്പങ്കാവ് പണ്ട് ഒരു കുടുംബക്ഷേത്രമായിരുന്നു. പിന്നീടാണ് ഗ്രാമവാസികൾ ക്ഷേത്രം ഏറ്റെടുത്തത്. ഇപ്പോൾ ഭക്തജനങ്ങളുടെ പ്രധാന ആരാധനാലയമാണ് ഈ ക്ഷേത്രം. ഈ നമ്മുടെ ചൂരക്കാട്ടുകര അയ്യപ്പങ്കാവ് എന്നറിയപ്പെടുന്ന ക്ഷേത്രം പണ്ട് ഒരു കുടുംബക്ഷേത്രമായിരുന്നു. ആ കുടുംബക്ഷേത്രത്തിൽ നിന്നും പിന്നീട് ഗ്രാമീണ ക്ഷേത്രമായി മാറുകയാണ് ഉണ്ടായത്. നാട്ടുകാർ ഏറെ വാത്സല്യവും ഭക്തിയും ചൊരിഞ്ഞ് ആവുന്നത്ര പരിശ്രമങ്ങൾ നടത്തി ഇന്ന് ക്ഷേത്രം എല്ലാവിധ ആചാരങ്ങളും കൈക്കൊണ്ട് ഏറെ ഭക്തന്മാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീധർമ്മശാസ്താവ് ഇവിടെ വാഴുകയാണ്. ഈയിടെ ക്ഷേത്രത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചെങ്കിലും അഷ്ടമംഗല പ്രശ്നപ്രകാരം ക്ഷേത്രം പുനർനിർമ്മിച്ച് പരിഹാരകർമ്മങ്ങൾ നടത്തി. ആചാരവിധിപ്രകാരം ദേവനെ പുനഃപ്രതിഷ്ഠിക്കണമെന്ന് പ്രശ്നവശാൽ കണ്ടതിനനുസരിച്ച് അയ്യപ്പസ്വാമിയുടെയും കരിമലസ്വാമിയുടെയും ശ്രീകോവിലുകൾ കൃഷ്ണശിലയിൽ പണിയുകയും മാർച്ച് 31 തീയതി പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അഷ്ടമംഗല പ്രശ്നം നടത്തുകയും അതിൻ്റെ ഫലമായി ക്ഷേത്രത്തിന് ഒരുപാട് ചിതൽ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് ഭഗവാന് അവിടെ വസിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല അമ്പലം എന്നും പറയുകയുണ്ടായി. അങ്ങനെ സജ്ജനങ്ങളായ നാട്ടുകാർ എല്ലാവരും ഒത്തുകൂടി ഒരു തീരുമാനത്തിലെത്തുകയും അമ്പലം പൊളിച്ചു പണിത്, അതായത് കൃഷ്ണശിലയിൽ അമ്പലം പണിയുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ ഫലമായി എല്ലാ നാട്ടുകാരുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി ഭക്തി നിറഞ്ഞ സാഹചര്യത്തിൽ ഈ അമ്പലം ഇതുപോലെ ഇന്ന് കാണുന്ന അമ്പലമായി മാറുകയാണ് ഉണ്ടായത്. ഭഗവാന്റെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രം നാളിൽ താലപ്പൊലി മഹോത്സവം കൊണ്ടാടുന്നുണ്ട്. 5 ദിവസം മുൻപ് കൊടിയേറി വിപുലമായ രീതിയിലാണ് ഉത്സവം നടത്തുക. വൃശ്ചികം 1 മുതൽ മകരം 1 വരെ 60 ദിവസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാന കലയായ ശാസ്താംപാട്ട് മഹോത്സവം ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജന വഴിപാടാണ്. അതുപോലെ തന്നെ ദേവിക്ക് പായസവും ഭദ്രകാളിക്ക് കടും പായസവും പ്രത്യേകമായി വഴിപാടുകളായി സമർപ്പിക്കുന്നു. അതുപോലെ പൂമൂടൽ, സർപ്പത്തിനു വേണ്ടി ആയില്യപൂജ, ദമ്പതി രക്ഷസിനു വേണ്ടി പാൽപ്പായസം, അതിലെല്ലാത്തിലും ഉപരി സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ശാസ്താംപാട്ട്. ആ ശാസ്താംപാട്ട് ഇവിടെ അതിഗംഭീരമായി 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹോത്സവമായി കൊണ്ടാടുകയാണ്. അതായത് വൃശ്ചികം 1 മുതൽ തുടങ്ങി മകരം 1 വരെ നീണ്ടു നിൽക്കുന്ന 60 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്താംപാട്ട് ഇവിടെ തന്നെയുള്ള അനുഷ്ഠാന കലയായി കൊണ്ടു നടക്കുന്ന ഈ ശാസ്താംപാട്ട് ഇവിടെ തന്നെയുള്ള കലാകാരന്മാരാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഈ കാലത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആചാരം അല്ലെങ്കിൽ ഒരു മഹോത്സവം സാധാരണ നിലയിൽ ഞാൻ അറിയപ്പെടുന്ന ഒരമ്പലത്തിലും ശാസ്താംപാട്ടിൻ്റെ ഈ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ
ചൂരക്കാട്ടുകര ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം ഏറെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും സമയം ക്രമം പാലിച്ച് വരാവുന്നതും ഭക്തിയാർജിച്ച് ഭക്തിയോടുകൂടി ഇവിടെ വന്ന് സ്വാമിയെ തൊഴുത് അനുഗ്രഹങ്ങൾ വാങ്ങിപ്പോകാവുന്നതുമാണ്. മുപ്പട്ട് ശനി എന്നത് ചൂരക്കാട്ടുകര അയ്യപ്പൻകാവ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അമ്മമാരുടെ നാരായണീയ പാരായണം ഈ ദിവസങ്ങളിൽ നടത്തിവരുന്നു. മറ്റ് വിശേഷ ദിവസങ്ങളിൽ അഖണ്ഡനാമ ജപവും ഞായറാഴ്ചകളിൽ ഭജനയും നടത്തുന്നുണ്ട്. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പുസ്തകപൂജയും വാഹനപൂജയും വിപുലമായി തന്നെ ആചരിക്കും. ദേവപ്രീതിക്കായി അനുഷ്ഠാന കലയായ അയ്യപ്പൻ തീയാട്ടും നടത്തിവരുന്നു. കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും പ്രഭാഷണങ്ങളും നടക്കും. ശബരിമല മണ്ഡലകാലം അയ്യപ്പന്മാർക്ക് കെട്ടുനിറ സൗകര്യങ്ങൾ സൗജന്യമായി തന്നെ ഒരുക്കുന്നുണ്ട്. ചൂരക്കാട്ടുകര ശ്രീ അയ്യപ്പസ്വാമി ഇവിടെ പല അവസരങ്ങളിലും ഈ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുന്നതിനും മറ്റ് ചട്ടവട്ടങ്ങൾ ആചരിക്കുന്നതിനും പറ്റാത്ത ഒരു കാലമുണ്ടായിരുന്നു. അന്ന് പാവപ്പെട്ട ഗ്രാമീണർ അവരുടെ വേദനകൾ സ്വാമിയുടെ തൃക്കാൽക്കൽ വയ്ക്കുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ സ്വാമി കൊടുത്തിരുന്നു. അവരുടെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾക്കും പ്രതിവിധിയായി സ്വാമി ഭക്തി ഇവിടെ വളർന്നു വന്നു. ഈ അമ്പലം നിലവിൽ വരികയും മറ്റു ഗ്രാമീണർ ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കുവാൻ നിത്യേന എത്തുകയും ഈ അവസരത്തിൽ അമ്പലത്തിന് ഒരുപാട് ക്ഷതങ്ങൾ സംഭവിക്കുകയും തത്സമയത്ത് തന്നെ അന്നുണ്ടായിരുന്ന ഗ്രാമീണരിലെ പലരും ഒത്തുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തണമെന്ന അഭിപ്രായം കൊണ്ടുവരികയും ചെയ്തു. ഇത് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു സത്യമാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് അമ്പലത്തിലെ ആചാരങ്ങൾ മുടങ്ങാതെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും സഹിച്ച് ജനങ്ങൾ സ്വാമിയെ ഭക്തിയോടുകൂടി ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ചൂരക്കാട്ടുകരയിൽ ഇന്ന് അയ്യപ്പസ്വാമി ഒരു വലിയ ശക്തി കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നീരാഞ്ജനമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ശർക്കര പായസം, കടും പായസം, എള്ളുതിരി, നെയ്യഭിഷേകം തുടങ്ങി പൂമൂടൽ, ആയില്യപൂജ, സർപ്പങ്ങൾക്ക് പാലും തേനും, ദമ്പതിരക്ഷസിന് പാൽപ്പായസം, പുഷ്പാഞ്ജലി, എള്ളുപായസം, ഒറ്റയപ്പം എന്നിങ്ങനെ എല്ലാ വഴിപാടുകളും ഇവിടെ സമർപ്പിക്കാം. മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഭദ്രകാളിക്ക് ഗുരുതിപൂജയും നടത്തിവരുന്നുണ്ട്. ശ്രീധർമ്മശാസ്താവിന് തുല്യ പ്രാധാന്യമുള്ള ശാന്തസ്വരൂപിയായ ഭദ്രകാളിയും രൗദ്രഭാവമുള്ള ഭദ്രകാളിയും ഗണപതിയും കരിമലസ്വാമിയും നാഗരാജാവും ദമ്പതിരക്ഷസും ഭക്തർക്ക് അനുഗ്രഹമേകി ഇവിടെയുണ്ട്. ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിനായി സ്ഥിതി ചെയ്യുന്ന അയ്യപ്പൻകാവ് ക്ഷേത്രം ഭക്തജനങ്ങളെ കൈവിടാതെ ചൈതന്യം ചൊരിഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്.